2023 മെയ് 1 ഒരു തിങ്കളാഴ്ച ദിവസം ലോകത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ മഴക്കാടുകളായ ആമസോൺ വനത്തിന് മുകളിലൂടെ ഒരു ചെറു യാത്രാ വിമാനം കുതിച്ച് പായുകയാണ്. അസ്വാഭാവികതകളൊന്നുമില്ലാതെ ആ വിമാനം ആ കൊടും വനത്തിന് മുകളിലൂടെ പറന്നുകൊണ്ടേയിരുന്നു. എന്നാൽ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ ആ വിമാനം ആമസോൺ വനത്തിലെവിടെയോ തകർന്നു വീഴുന്നു. 11 മാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞടക്കം ആ വിമാനത്തിലുണ്ടായിരുന്നത് 7 മനുഷ്യജീവനുകളാണ്. അനാക്കൊണ്ടകളും പിരാനകളും, എന്തിന് ഒരു സ്പർശനം കൊണ്ടുപോലും മനുഷ്യനെ കൊല്ലുന്ന വിഷത്തവളകളും സൈര്യവിഹാരം നടത്തുന്ന ആ ആമസോൺ കാട്ടിൽ തകർന്നു വീണ ആ വിമാനത്തിനും അതിലെ യാത്രക്കാർക്കും പിന്നീട് എന്ത് സംഭവിച്ചു? അവരെ ആ കൊടും കാട്ടിൽ കാത്തിരുന്നത് എന്തൊക്കെ അപകടങ്ങളായിരുന്നു? ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന ഒരു യഥാർത്ഥ ആമസോണിയൻ അതിജീവനത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കഴിഞ്ഞ മാസം മെയ് 1 കൊളംബിയൻ ആമസോൺ മേഖലയിൽപ്പെടുന്ന ഹ്യൂട്ടോട്ടോയ് ഗോത്രവിഭാഗത്തിൽ നിന്ന് 33-കാരിയായ മഗ്ദലന മുഗോട്ടോയും 4 മക്കളും അരാരാക്കുരയിൽ നിന്ന് സാൻജോസിലേക്ക് യാത്ര തിരിക്കുന്നത്. 11 മാസം മാത്രം പ്രായമുള്ള ക്രിസ്റ്റീൻ, ടെന്നോറിൽ എന്ന 4 വയസ്സുകാരൻ, സൊളേമി എന്ന 9കാരൻ, 13കാരനായ ലെസിയും പൈലറ്റും കോ പൈലറ്റും അടക്കം 7 പേരായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്നത്. സെസ്ന 206 എന്ന വിമാനത്തിലായിരുന്നു അവരുടെ യാത്ര. കൊളംബിയൻ ആമസോൺ പാതയിലൂടെയുള്ള റോഡ് യാത്രകൾ പ്രയാസമായതിനാൽ ചെറുവിമാനത്തിലുള്ള ഇത്തരം യാത്രകൾ അവിടെ സാധാരണമാണ്. അങ്ങനെ യാത്ര 350 കിലോമീറ്റർ പിന്നിട്ടപ്പോഴേക്കും എഞ്ചിൻ തകരാറെന്ന് പൈലറ്റിന് മുന്നറിയിപ്പ് വരികയായിരുന്നു. തൊട്ടു പിന്നാലെ വിമാനം റഡാറിൽ നിന്ന് പോലും അപ്രത്യക്ഷമായി. വിമാനത്തിൽ നിന്നുള്ള വിവരങ്ങളും നിലക്കുകയായിരുന്നു. അതെ, മുൻപ് പറഞ്ഞതുപോലെ വിമാനം ആമസോൺ വനത്തിനുള്ളിൽ എവിടെയോ തകർന്നു വീണു. എഞ്ചിൻ തകരാറായിരുന്നു തകർച്ചയുടെ കാരണം. തുടർന്ന് സൈന്യം വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയായിരുന്നു. സൈന്യമെത്തുമ്പോൾ മരങ്ങൾക്കിടയിൽ കുത്തനെ നിൽക്കുന്ന നിലയിലായിരുന്നു അത്രേ വിമാനമുണ്ടായിരുന്നത്. എന്നാൽ അപ്പോഴേക്കും കുട്ടികളുടെ അമ്മയും പൈലറ്റും കോ പൈലറ്റും മരിച്ചിരുന്നു. പക്ഷേ 4 കുട്ടികളെയും കാണാനില്ലായിരുന്നു. യഥാർത്ഥത്തിൽ കഥയുടെ ആരംഭം ഇവിടെ നിന്നായിരുന്നു. കാരണം കാണാതായ 4 കുട്ടികൾ മരിച്ചെന്ന് സ്ഥിരീകരിക്കാനുള്ള തെളിവുകളില്ലതാനും എന്നാൽ രക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കാനുള്ള സൂചനകളുമില്ല. രക്ഷപ്പെടൽ എന്നൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുക തന്നെ അസാധ്യമായിരുന്നു. കാരണം മുന്നോട്ട് വയ്ക്കുന്ന ഓരോ അടിയിലും 1000 അപകടങ്ങൾക്ക് സാധ്യതയുള്ള കൊടും കാടാണത്. വിഷപ്പാമ്പുകളുടെ താവളം, ഇരയെ കാത്തുകിടക്കുന്ന ജാഗറുകൾ ഒളിഞ്ഞും പാത്തും നിൽക്കുന്ന വനാന്തരം, 11 മാസം മുതൽ 12 വയസ്സുവരെയുള്ള 4 കുരുന്നുകൾ, ഇതൊക്കെ എങ്ങനെ അതിജീവിക്കാനാണ്? ഇനി അതിജീവിച്ചാൽ തന്നെ ഇത്രയും വലിയ കാട്ടിൽ എവിടെയാണ് അവരെ തിരയുക? പക്ഷേ രക്ഷാപ്രവർത്തകർ അവരുടെ അന്വേഷണം അവസാനിപ്പിച്ചില്ല. അങ്ങനെ പ്രതീക്ഷകൾ അവസാനിച്ചിടത്തു നിന്നും പുതിയ വഴിത്തിരിവുകൾ ഉയർന്നു വന്നു. ബോധപൂർവമോ അല്ലാതെയോ ആ 4 കുട്ടികൾ നൽകിയ ചില സൂചനകൾ രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതോടെ കൊളംബിയൻ സൈന്യവും നാവികസേനയും രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങി. ഗോത്രവിഭാഗക്കാരായ 200 പേരും ഒപ്പം ചേർന്നു. വനത്തിനുള്ളിലെ തിരച്ചിലിന് ബെൽജിയൻ ഷെപ്പേർഡ് നായകളും കൂടെയെത്തി. ഉപയോഗിച്ച് കേടായ ഒരു ഡയപ്പർ, പാൽക്കുപ്പി, കത്രിക, മുടിയിലിടുന്ന ബാൻഡ്, പാതി കഴിച്ച പഴം, 4 വയസ്സുകാരൻ്റേതെന്ന് കരുതുന്ന ഒരു ജോഡി ഷൂസുകൾ, ഇതൊക്കെയായിരുന്നു വനത്തിനുള്ളിൽ എവിടെയോ ആ 4 ജീവനുകൾ ബാക്കിയുണ്ടെന്നതിൻ്റെ സൂചനകൾ. ഹെലികോപ്റ്ററിൽ സൈനികർ ആമസോണിന് മുകളിലൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞു. ഒരു രക്ഷയും ഉണ്ടായില്ല. എങ്കിലും കാടിൻ്റെ കാണാമറയത്തെവിടെയോ ജീവിച്ചിരിക്കാൻ കഷ്ടപ്പെടുന്ന 4 കുഞ്ഞു ജീവനുകളുണ്ടെന്ന പ്രതീക്ഷ അവർ കൈവിട്ടില്ല. ഹെലികോപ്റ്ററിൽ ഭക്ഷണപ്പൊതികൾ ഇട്ടുകൊടുത്തു. കുട്ടികളുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ കുപ്പിവെള്ളം വിതറി. കൂടാതെ അതിജീവിക്കാനുള്ള മാർഗങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയ ചെറിയ കുറിപ്പുകളും ഇട്ടു. കൂട്ടിലെ തിരച്ചിലിന് പ്രത്യേകം പരിശീലനം നേടിയ നായ്ക്കളെ കാട്ടിലേക്ക് തുറന്നുവിട്ടു. കുട്ടികൾ അവശേഷിപ്പിച്ച സാധ്യതകളിൽ നിന്ന് ബെൽജിയൻ ഷെപ്പേർഡ് നായകൾ ഉൾക്കാടുകളിലേക്ക് കയറി. കാടിനെ നന്നായി അറിയാവുന്ന കുട്ടികൾ അതിജീവിച്ച് തിരിച്ചു വരും എന്ന അവരുടെ മുത്തശ്ശിയുടെയും പിതാവിൻ്റെയും ഉറച്ച വിശ്വാസം തിരച്ചിൽ സംഘത്തിന് ആത്മധൈര്യം പകരുകയായിരുന്നു. വേട്ടയാടാനും മീൻ പിടിക്കാനും ചെറുപ്പത്തിലെ പരിശീലനം നേടുന്നവരാണ് ഹ്യൂട്ടോട്ടോയ് കുട്ടികൾ. കാടിനുള്ളിൽ എങ്ങനെ അതിജീവിക്കണമെന്ന് അവർക്ക് അറിയാമെന്നും രക്ഷപ്പെടുത്താനാകുമെന്നും ബന്ധുക്കൾ ഉറച്ചു വിശ്വസിച്ചു. ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ടു. സൂചനകളില്ലാതായതോടെ ദൗത്യസംഘം വീണ്ടും നിരാശയിലായി. ഇതിൻ്റെ വനത്തിനുള്ളിൽ ശക്തമായ കൊടുങ്കാറ്റുമുണ്ടായിരുന്നു. അവസാന പ്രതീക്ഷയും ആ കാറ്റിനൊപ്പം കടപുഴകി വീണു. അപ്പോഴാണ് കുട്ടികളുടെ കാൽപ്പാടുകൾ കണ്ടെത്തുന്നത്. ഒപ്പം മരക്കൊമ്പുകൾ ചേർത്തുണ്ടാക്കിയ ഒരു കുഞ്ഞു ഷെഡും. അതിശയിപ്പിക്കുന്ന അതിജീവനത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമായി 40-ാം ദിവസം ആ 4 ജീവനുകളെ രക്ഷാസേന കണ്ടെത്തുകയായിരുന്നു. മദർ ജംഗിൾ റിട്ടേൺ ദം.
കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ട്വിറ്ററിൽ കുറിച്ചു. സംഘാംഗങ്ങളുടെ ഫോട്ടോകൾ പങ്കുവച്ചു. അങ്ങനെ സൈനികർക്കൊപ്പം കുട്ടികൾ 4 പേരും സുരക്ഷിതരായിരിക്കുന്ന ചിത്രം പുറത്തു വന്നു. 5 കിലോമീറ്റർ പരിധിയിലാണത്രേ കുട്ടികളുണ്ടായിരുന്നത്. 40 ദിനം നീണ്ട വനവാസത്തിൽ അങ്ങേയറ്റം ക്ഷീണിതരായിരുന്നു 4 പേരും. ശരീരമാകെ പലതരത്തിലുള്ള പ്രാണികളുടെ കടിയേറ്റ പാടുകളും ഉണ്ടായിരുന്നു. കുട്ടികളെ കണ്ടെത്തുമ്പോൾ അവരുടെ കാലുകൾ തുണി കൊണ്ട് പൊതിഞ്ഞിരുന്നു. അവർ നടന്നു തീർന്ന വഴികളും അവശേഷിപ്പിച്ച കാലടികളും ഒരുപക്ഷെ തിരച്ചിലിൽ പെടാതിരുന്നത് അതുകൊണ്ടാകാം. ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പേരിട്ടായിരുന്നു രക്ഷാപ്രവർത്തനം. ഏതായാലും 4 കുരുന്നുകളുടെ അതിജീവനത്തിൻ്റെ കാണാപ്പുറങ്ങൾ വരും നാളുകളിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.